നമസ്കാരം. ഒരു വീട്ടമ്മയായി വീട് പുലർത്തുക എന്നുള്ളത് എളുപ്പമുള്ള ജോലിയല്ല. വീടും കുട്ടികളെയും കാര്യങ്ങൾ ചെയ്യുന്നത് മുതൽ കുടുംബാംഗങ്ങൾക്കുള്ള പിന്തുണ നൽകുന്നത് വരെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതിനാൽ ഒരു വീട്ടമ്മയുടെ ജോലി കഠിനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ പണത്തിന് ആവശ്യം വന്നാൽ അതും വെല്ലുവിളി തന്നെയാണ്. ഇത്തരത്തിൽ പണം ഉടനടി ആവശ്യമായി വരുമ്പോൾ പെട്ടെന്ന് ലഭിക്കുന്ന വായ്പകൾ ഏറെ ആശ്വാസകരമാണ്. വീട്ടമ്മമാർക്ക് എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നും പെട്ടെന്ന് ലഭിക്കുന്ന വായ്പകൾ എങ്ങനെ നേടിയെടുക്കാമെന്നും പരിശോധിക്കാം. ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി പരമ്പരാഗത വായ്പകളേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും ഇന്റർനെറ്റ് വായ്പകൾ ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും ലഭ്യമാകുന്നുണ്ട്. കുറച്ച് ക്ലിക്കുകളിലൂടെ ഓൺലൈനായി വായ്പകൾക്ക് അപേക്ഷിക്കാം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ആദ്യത്തേത്, ന്യായമായ പലിശ നിരക്കുകൾ. സ്ത്രീകൾക്കുള്ള പ്രത്യേക വായ്പകളുടെ പലിശ നിരക്ക് സാധാരണ വായ്പകളേക്കാൾ കുറവാണ്. 2. കുറഞ്ഞ പ്രോസസ്സിംഗ് ചാർജുകൾ. സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വ്യക്തിഗത വായ്പകളെ പ്രോസസ്സിംഗ് ഫീസ് സാധാരണയായി ബാങ്കുകളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും കുറവാണ്. 3. ഈട് ആവശ്യമില്ല. ഈട് ഇല്ലാതെ തന്നെ ഇത്തരം വായ്പകൾ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകും. 4. പെട്ടെന്ന് പണം ലഭിക്കുന്നു. അപേക്ഷ സ്വീകരിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. വീട്ടമ്മമാർക്കുള്ള വ്യക്തിഗത വായ്പയ്ക്ക് ആവശ്യമായ രേഖകൾ. ഐഡന്റിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കും. ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ.ഡി. വിലാസ തെളിവ്. ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, യൂട്ടിലിറ്റി ബിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ.ഡി. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ. ഘട്ടം 1. ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ വെബ്സൈറ്റിൽ മൊബൈൽ ആപ്പിലോ പോവുക. ഘട്ടം 2. ലോഗിൻ ചെയ്യുന്നതിന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത സെൽ ഫോൺ നമ്പർ നൽകുക. ഘട്ടം 3. ലിസ്റ്റിൽ നിന്ന് വ്യക്തിഗത വായ്പ തിരഞ്ഞെടുക്കുക. ഘട്ടം 4. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് ആവശ്യമായ ഫയലുകൾ അറ്റാച്ച് ചെയ്യുക. ഘട്ടം 5. നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചു എന്ന ശേഷം ഓൺലൈൻ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.